ശാന്തി എൻ്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് അവരെന്നെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചിരുന്നു. ആ സത്യത്തിനു വേണ്ടി ഞാൻ സ്വാർത്ഥനാകും, ഒരു ഭീരുവാകും, കൊലയാളിയാകും, ക്രിമിനലാകും, ഒരു വില്ലനുമാകും. കൊടുത്ത വാക്കിനിത് മതിയാകുമോ എന്നറിയില്ല. അവരുടെ ആശയാണ് എൻ്റെ വാശി. എത്ര ലീവ് ഉണ്ടാ ഫ്രണ്ട്സേ? അടുത്ത ആഴ്ച പോണം. നിനക്ക് എന്തുട്ടാടാ അവിടെ പരിപാടി? ഡാഡിയുടെ കൂടിയാ ലെതറിന്റെ ബിസിനസ്. അപ്പൊ നീ ഇല്ലെങ്കിൽ അതൊക്കെ നടന്നോളും. വിറയ്ക്കുന്നുണ്ടല്ലോടാ. പുറിഞ്ഞേട്ടാ കൊല്ലരുത്. എന്റെ ചങ്കാണ്ടാ പറിച്ചെടുത്തത്, എന്നിട്ട് കൊല്ലരുതെന്നാ. പഴയ കണക്ക് വല്ലതും തീർക്കാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്ക് നിന്നിട്ട് വേണം, അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടല്ല. വലവീശി പിടിക്കാൻ നിന്റെ പെങ്ങൾ ആര്? ജലകന്യകയോ? മോനെ ദിനേശ, ഈ വീട്ടിൽ ജനിച്ചു പോയി എന്നൊരു കുറവേ ഈ കുട്ടിക്കുള്ളൂ. അത് ഞാനങ്ങ് സഹിക്കും. എന്നിട്ട് ചിലപ്പോ ഞാൻ ഇവിടെ ആയിരിക്കും കെട്ടാൻ പോകുന്നത്. അതിപ്പോ ഞാനും ലെവലും കൂടെ അങ്ങ് വിചാരിച്ചാ പിന്നെ മനുഷ്യരെ അധികാരി വിചാരിച്ചാലും അതങ്ങ് നടക്കും. അത് സംഭവിച്ചിരിക്കും. ഒന്ന് കുഴിച്ചു മുടിഞ്ഞ ഇയാൾ ആര്? ഈദി അമീനോ? വെറുതെ വയസ്സുകാലത്ത് എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുതേ ഭാവി അമ്മായിയപ്പ. ഇനി ഇവിടെ ആരെങ്കിലും തൊട്ടെന്നറിഞ്ഞാൽ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ദിനേശ. ഇത് തന്നെ ആള്. ഇനിയൊക്കെ നേരിട്ട് ചോദിച്ചോളൂ. എന്താ ഇത്? അതന്വേഷിക്കാൻ തന്നെ ആരപ്പം കൊണ്ട് വിളിച്ചത്? താൻ മിണ്ടരുത്. താൻ മിണ്ടണമെങ്കിൽ ഞാൻ പറയാം. നോക്ക് ഇന്ദുചൂടാ, പഴയ കണക്ക് വല്ലതും തീർക്കാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്ക് നിന്നിട്ട് വേണം, അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടല്ല. വലവീശി പിടിക്കാൻ നിന്റെ പെങ്ങൾ ആര്? ജലകന്യകയോ? മോനെ ദിനേശ, ഈ വീട്ടിൽ ജനിച്ചു പോയി എന്നൊരു കുറവേ ഈ കുട്ടിക്കുള്ളൂ. അത് ഞാനങ്ങ് സഹിക്കും. എന്നിട്ട് ചിലപ്പോ ഞാൻ ഇവിടെ ആയിരിക്കും കെട്ടാൻ പോകുന്നത്. അതിപ്പോ ഞാനും ലെവലും കൂടെ അങ്ങ് വിചാരിച്ചാ പിന്നെ മനുഷ്യരെ അധികാരി വിചാരിച്ചാലും അതങ്ങ് നടക്കും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഇവർ ഈ വേശ്യപ്പെണ്ണ കൊണ്ട് ഈ മണ്ണിൽ പൊറപ്പിക്കില്ല. കയ്യും കാലും തല്ലിയോടിച്ച് കുടുംബത്ത് കൊണ്ടുപോകണം. ഭാസ്കരനാ പറയുന്നത്, മറ്റാരെ കണ്ടില്ല നായി ഈ വേശ്യപ്പെണ്ണിനെ. ഭാസ്കര, ഇനി നീ ആ വാക്ക് ഉപയോഗിക്കരുത്. അവളുടെ കഥകളെല്ലാം കേട്ടിട്ടും അവളെ സംരക്ഷിക്കാൻ ഭരതൻ തയ്യാറാണെങ്കിൽ അവനത് ചെയ്യട്ടെ. പിന്നെ കൈയും കാലും തല്ലിയൊടിക്കുന്ന പോയിട്ട് നീ അവന്റെ ദേഹത്ത് പോലും തൊടില്ല. ഇത് ഞാനാ പറയുന്നത്. പിന്നെ നീ എന്ത് തറവാട്ട് മഹിമയുടെ പേരില ആ പാവം പെണ്ണിനെ മറ്റേ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്? അതിന് നിനക്ക് എന്താ അർഹതയുള്ളത്? നിന്റെ ഒരു അച്ഛൻ പെങ്ങളുണ്ടായിരുന്നല്ലോ, പാവം മരിച്ചുപോയി, വയറ്റാട്ടി കാർത്തു.